നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്റെ വിവാദ പ്രസംഗത്തിനെതിരായ കേസ് റദ്ദാക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെക്കുങ്ങര പഞ്ചായത്തിന്റെ മൃഗസംരക്ഷണ ഗോവർധിനി പദ്ധതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി ജില്ലാ സംയുക്ത സമരസമിതി നവംബർ 26-ന് AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്റെ വിവാദ പ്രസംഗത്തിനെതിരായ കേസ് റദ്ദാക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തൃശൂർ രാമനിലയത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഏറ്റവും മോശപ്പെട്ട വകുപ്പുകൾ തന്റെ പേരിൽ ചുമത്തി. വിധിന്യായം മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിരുത്തി വായിക്കണമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇത് സുവർണാവസരമാണ്, അസുലഭമായ സന്ദർഭമാണ്. ഗാന്ധിയൻ മാർഗത്തിൽ അത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് യുദ്ധമല്ല, ആരെയും എതിർക്കാനല്ല. ഇതിലേക്ക് ശബരിമല സമരത്തിലേക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കൂടി പിന്തുണ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പോകേണ്ട ഒരു സമരമാണ്, നിരീശ്വരവാദികൾക്കെതിരെ സമരമാണെന്നാണ് പറഞ്ഞത്. അന്ന് ആ സുവർണാവസരം എത്ര കാലം വേട്ടയാടി? നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു പോവുക. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ഈ രാജ്യത്തുള്ള നിയമത്തെ എങ്ങനെയാണ് ഒരു വാക്യാൻ ഉപയോഗിക്കണം, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്രമാത്രം അതിനെ എങ്ങനെയാണ് നിയമത്തെ ഇവിടെ വികൃതമാക്കിയത്, ഈ ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ളവരും എല്ലാം ആലോചിക്കട്ടെ. നിയമപരമായി എന്ത് ചെയ്യണം എന്നുള്ള സംബന്ധിച്ച് നിയമമായിട്ട് വേറെ മേൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ട്. പെർസിക്യൂഷൻ ചെയ്തതിൻ്റെ പേരിലൊക്കെ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒക്കെ നടത്തിയതിന് വേണം നടപടിക്ക് പോകുക. അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലൈഫ് ഭവന പദ്ധതി നിശ്ചലമാണ്, വീട് പൊളിച്ചു, നിർമ്മാണം പാതി വഴിയിൽ. സർക്കാരിന്റെ കയ്യിലോ പഞ്ചായത്തിനോ തുടർന്നു കൊണ്ടുപോകുവാൻ പണമില്ല. തൊഴിലുറപ്പ് പദ്ധതി ആകെ അട്ടിമറിക്കുന്നു. സർക്കാർ പഞ്ചായത്ത് പരിപാടികൾ, പാർട്ടി ജാഥകൾ എന്നിവയ്ക്ക് പങ്കെടുത്തില്ലെങ്കിൽ പണി നിഷേധിക്കുന്നു. ദൂരസ്ഥലത്തേക്ക് പണിക്ക് വിട്ട് ദ്രോഹിക്കുന്നു. മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷം. കാട്ടാനാക്രമണം അതിഭീകരം. പഞ്ചായത്തും ഫോറസ്റ്റ് വകുപ്പും വെറും നോക്കുകുത്തികൾ. പഞ്ചായത്തിൽ അമിത നികുതി പിരിവ്, സാധാരണ ജനങ്ങളുടെ സേവനങ്ങൾക്ക് പ്രയാസങ്ങൾ. ഇതിന് പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ധർണ. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, TS മനോജ് കുമാർ, അഡ്വക്കേറ്റ് C പ്രമോദ്, NS നൌഷാദ് മാസ്റ്റർ, ശകുന്തള സജീവ്, VN സുകുമാരൻ മാസ്റ്റർ, ദാനിഷ് K ദാസ്, ജിൻസി ഷാജി, UY എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. മാടക്കത്തറയിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ചും ധർണയും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മാർച്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രിയങ്കനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. ലൈഫ് പദ്ധതിയിലെ അപാകതകളൊപ്പം നികുതി വർധനവിനോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നയ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് മേഖല കൂടിയായിട്ടുള്ള കരിങ്കല്ലും മണ്ണും കാടും മാത്രമുള്ള ഈ പ്രദേശം, ഈ മാടക്കത്തറ, ആ മാടക്കത്തറ
കല്ലിനോട് മല്ലടിച്ച് ജീവിതം ദുസ്സഹമായി മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ സാധാരണക്കാരൻ വനമേഖലകളിൽ നിന്ന് വന്യമൃഗങ്ങളുടെ ദോഷവും ക്രൂരതയും കൂടി അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള വിഷമവും വ്യാധിയുമാണ് ഇവിടെ പ്രിയങ്കനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോൺ മല്ലിയർ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായി തൊഴിലുറപ്പ് പദ്ധതിയായാലും അതുപോലെ കേന്ദ്രത്തിൽ നിന്നുള്ള IAVയുടെ പദ്ധതിയിൽപ്പെട്ടുകയും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈഫ് പദ്ധതി എന്ന പേരിൽ ഇവിടെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയും ഇന്ന് നിർജീവാവസ്ഥയിൽ നിൽക്കുകയാണ്. നികുതി കണ്ടതിനൊക്കെ കേട്ടതിനൊക്കെ തൊട്ടതിനൊക്കെ നികുതികൾ വർദ്ധിപ്പിച്ച് സംസ്ഥാനത്ത് ഒരു വിഭാഗത്തിനും ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് വന്നത്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ദേശീയ നികുതി സമ്മേളനം നവംബർ 23-24 തീയതികളിൽ തൃശൂർ കേസിനോ കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നികുതി സമ്മേളനങ്ങളുടെ സെമിനാർ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ മേഖല ചെയർമാൻ ഡോക്ടർ രാമരാജ്യം ശ്രീനിവാസ റാവു അധ്യക്ഷം വഹിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ലധികം ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, അഭിഭാഷകർ, നികുതി പ്രാക്ടീഷണേഴ്സ് തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ സമകാലിക നികുതി നിയമത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. നികുതി മേഖലയിലെ വിദഗ്ധരും കേരളത്തിലെയും ആന്ധ്രയിലെയും ഹൈക്കോടതികളിലെ നിരവധി അഭിഭാഷകർ സംവാദങ്ങളിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് M ഗണേശൻ, കൺവീനർ സുജേത രാമചന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ VN അനിൽ, വിജയൻ, ജാഫർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഗോവർധിനി 2024 പദ്ധതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. R. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മച്ചാട് വെറ്ററിനറി സർജൻ ഡോക്ടർ VN അനീഷ് രാജ് സ്വാഗതം പറഞ്ഞു. പദ്ധതി വിശദീകരണം ഡോക്ടർ MA രമ്യ നിർവഹിച്ചു. പുന്നംപറമ്പ് എപ്കോസ് പ്രസിഡന്റ് PN സുരേന്ദ്രൻ ആശംസകൾ അറിയിച്ചു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജിനി കുര്യൻ നന്ദിയും രേഖപ്പെടുത്തി. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി തൃശൂർ ജില്ലാ സംയുക്ത സമിതി നവംബർ 26-ന് AG's ഓഫീസിലേക്ക് മാർച്ചും ധരണയും നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവനോപാധികൾ സംരക്ഷിക്കണം, കുത്തകവൽക്കരണം അവസാനിപ്പിക്കണം, തൊഴിലാളി വിരുദ്ധ ലേബർ കേസുകൾ, കർഷകദ്രോഹ നിയമ ഭേദഗതി എന്നിവയ്ക്കെതിരെ രാവിലെ 10 മണി മുതൽ മാർച്ചും ധരണയും നടത്തും. വാർത്താസമ്മേളനത്തിൽ AS കുട്ടി, A. സിയുദ്ദീൻ, ജോൺസൺ ആവോക്കാരൻ, KK രാജേന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരണോദ്ഘാടനങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും പ്രാവർത്തികമാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി പരാതി. റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുകൂടി മംഗലം വഴി പുന്നംപറമ്പ് റോഡാണ് കൊട്ടിഘോഷിച്ച് നവീകരണോദ്ഘാടനം പ്രഖ്യാപിച്ചെങ്കിലും നിർമ്മാണ പണികളിൽ അധികൃതർ നിസ്സംഗത പുലർത്തുന്നതെന്ന് വാർഡംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. 3 വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വെച്ച് 2 MLAമാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റ് വികസന നായകന്മാരുമായി ചർച്ച നടത്തി ഉടൻ നവീകരണം ആരംഭിക്കുമെന്ന ഉറപ്പാണ് ജലരേഖയാകുന്നത്. 7 കോടി രൂപയാണ് നവീകരണ പ്രക്രിയകൾക്കായി അനുവദിച്ചത്. ടെൻഡർ വിളിച്ച കരാറുകാരൻ ഇപ്പോൾ കാണാമറയത്താണ്. നവീകരണത്തിന് മുന്നോടിയായി സുഗമമായ ഗതാഗത സഞ്ചാരത്തിനായി റോഡിന്റെ വളവ്, കയ്യേറ്റങ്ങൾ തുടങ്ങിയവ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തിട്ടപ്പെടുത്തിയെങ്കിലും നവീകരണങ്ങൾ സ്വപ്നത്തിലൊതുങ്ങുകയാണ്. വികസനത്തിന് ഏറെ പ്രാമുഖ്യമേറുന്ന ഗതാഗത സഞ്ചാരമാണ് അധികൃതരുടെ കെടും കാര്യസ്ഥതയിൽ മുടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ വിചിത്രമായി റോഡ് ടാറിംഗ് ചെയ്യാനുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളതായും പറയുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം അത്യാസന്ന നിലയിലായ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുവാൻ പോലും പെടാപ്പാടുപെടുകയാണ്. വാഴാനി ടൂറിസ്റ്റ് കേന്ദ്രം സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഈ റോഡ് വഴി വേണം ആംബുലൻസിനും പോലീസിനും ഫയർഫോഴ്സിനും എത്തിച്ചേരാൻ. മറിച്ചുള്ള ഏങ്കക്കാട് വഴി റെയിൽ ഗേറ്റ് ഏറെ സമയവും അടഞ്ഞുകിടക്കുകയാണ്. വാർഡംഗം അശ്വിനി കണ്ണന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുവാൻ ഒപ്പുശേഖരവും നടക്കുന്നു. പുന്നംപറമ്പ് 18-ാം വാർഡ്. എൻ്റെ പേര് അശ്വിനി കണ്ണൻ എന്നാണ്. ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ വരാൻ ഉള്ള സാഹചര്യം
കഴിഞ്ഞ 3 വർഷം മുന്നേ വടക്കാഞ്ചേരി PWD ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബഹുമാന്യായ അന്നത്തെ കുന്നംകുളം MLAയും തെക്കര പഞ്ചായത്ത് നിവാസിയും കൂടിയായ ശ്രീ AC മൊയ്തീൻ അവர்களுം സേവ്യർ ചിറ്റപ്പള്ളി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA അവர்களுം PWD ഉദ്യോഗസ്ഥന്മാരും മറ്റ് വാർഡ് മെമ്പർമാരും കൂടി ഒരു യോഗം ചേരുകയുണ്ടായി. അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ പുന്നമ്പറമ്പ് മെയിൻ റോഡ് വരെയുള്ള 5.2 കിലോമീറ്റർ ദൂരം 7 കോടി രൂപ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. പുതിയ റോഡ് വീതി കൂട്ടാനും വളവുകളുടെ ഗഡുകളെ തീർക്കുന്നതിനും വേണ്ടിയാണ് എന്നാണെന്ന് പറഞ്ഞത്. അതുപ്രകാരം ഈ 3 കൊല്ലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ബോർഡ് അന്ന് വെച്ചൊരു ബോർഡാണ്, 1 വർഷം ശേഷം വെച്ച ബോർഡാണ്. ഇത് കാണാൻ സാധിക്കുക 20/23 മുതൽ 20/24 പണി തീർക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അതിൽ പറഞ്ഞിരിക്കുന്നു, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ഇപ്പോൾ ജനം കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, ഈ റോഡിൻ്റെ പണി നടക്കില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പകരം ഈ റോഡ് റീടാർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും ആ 7 കോടി എവിടെ പോയി എന്ന് ചോദിച്ചാൽ പല മുട്ടുന്യായങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു പ്രവണതയാണ് ബന്ധപ്പെട്ട മേലധികാരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ വാർഡിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ എല്ലാ രീതിയിലും ജനങ്ങളുമായി പറഞ്ഞ് അവരെല്ലാം സ്ഥലം വിട്ടുതരാൻ തയ്യാറായിരുന്നു, വളവുകൾ തീർക്കാനും. കാരണം ഇവിടെ മച്ചാട് സെൻറ് ആനീസ് ചർച്ച് ഇവിടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ മച്ചാട് മാമാകം നടക്കുന്ന മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രം, അനുബന്ധമായ നിരവധി വലിയ വലിയ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. ഇവിടെയെല്ലാം റോഡിൻ്റെ ഈ ശോചനാവസ്ഥ കാരണം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ഒരു വികസനം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം വരും. പക്ഷേ ഈ 7 കോടി ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഇതിപ്പോൾ റീടാർ ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളെന്തായാലും കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് അദ്ദേഹം കുറേ കൂടി ഇച്ഛാശക്തി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതാണ്. റോഡുകളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറാവാത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിവരം പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്.
സെക്യുലർ ഫോറം തൃശൂർ നവംബർ 25-ന് കോലഴിയിൽ ഭരണഘടനാ ദിനാഘോഷം ബഹുജനങ്ങൾ ഏറ്റെടുക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഭരണഘടനാ റാലി നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി വിമല പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കെ പ്രദീപ് കുമാർ സംസാരിക്കും. പി ഡി പൗലോസ് ഉണർത്തുപാട്ടുകൾ അവതരിപ്പിക്കും. 25-ന് വൈകിട്ട് 5:30 കോലഴി പൂവണി സ്റ്റേറ്റ് ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി തിരൂർ വടക്കുറുമ്പക്കാവ് ക്ഷേത്രവളപ്പിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സെക്യുലർ ഫോറം ചെയർമാൻ ഇ ഡി ഡേവിസ്, സത്യനാരായണൻ, ഷീബ അമീർ, ഡോക്ടർ വി ജി ഗോപാലകൃഷ്ണൻ, ഹെർബർട്ട് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കരിയർ ഗൈഡൻസ് പരിശീലനം അപേക്ഷ ക്ഷണിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിനായി തൃശൂർ ജില്ലയിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്ഥാപന മേധാവികൾ നവംബർ 23-നകം തൃശൂർ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ സെല്ലിലോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ നൽകണം. തൃശൂർ ജില്ലാ യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷൻ 36ാമത് ജില്ലാ യോഗാസന മത്സരം നവംബർ 24-ന് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം നിർവഹിക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, 35 വയസ്സിന് താഴെ, 50 വയസ്സിന് താഴെ, 60 വയസ്സിന് താഴെ, 60 വയസ്സിന് മീതെ എന്നിങ്ങനെ 16 ഗ്രൂപ്പുകളായി തിരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയാണ് മത്സരങ്ങൾ. വ്യക്തിഗത ചാമ്പ്യനും വിജയികൾക്കും സമ്മാനങ്ങൾ നൽകും. വാർത്താ സമ്മേളനത്തിൽ സുജിത് നമ്പൂതിരി, ബാലകൃഷ്ണൻ പള്ളത്ത്, NV ഇന്ദു, വിദ്യാ ഗോപിനാഥ്, AN സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടുകാട് പുത്തൻകാടിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ വീണ് കാട്ടുപന്നി ചത്തു. പുത്തൻകാട് സ്വദേശി വാഴവളപ്പിൽ ഗോപിയുടെ വീട്ടുകിണറ്റിലാണ് കാട്ടുപന്നി വീണത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടുപന്നി ആൾമറയില്ലാത്ത കിണറിൽ വീണത്. വീട്ടുകാർ ഉടൻ മാന്നാമംഗലം വനവകുപ്പിനെ വിവരം അറിയിച്ചുവെങ്കിലും കിണറ്റിൽ വെള്ളം കൂടുതലായതിനാൽ പന്നിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥർ മേൽ നടപടികൾ സ്വീകരിച്ചു. കെട്ടിട നിർമ്മാണ രംഗത്ത് സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ്ഫെഡിന്റെ 14ാമത് തൃശൂർ ജില്ലാ കൺവെൻഷൻ 2024 നവംബർ 25-ന് തിങ്കളാഴ്ച പട്ടിക്കാടുള്ള ഡ്രീം സിറ്റി കൺവെൻഷനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരളം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CS വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കറസ്പോണ്ടന്റ് സെക്രട്ടറി PB അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ സെക്രട്ടറി നിമൽ TC ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പോൾ ജോർജ് സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന ക്ഷേമനിധി സ്റ്റാറ്റ്യൂട്ടറി മെമ്പർ സുഹാസ് D കോലരി ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിക്കും. ലെൻസ്ഫെഡ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് ശ്രീ ആർ ജനാർദ്ദനൻ പതാക ഉയർത്തും. കൺവീനർ VU സുമേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജുനീഷ ജിനോജ്, ലെൻസ്ഫെഡ് സൗത്ത് ഏരിയ പ്രസിഡന്റ് ശ്രീ PV വിനോദ് തുടങ്ങിയവർ സംസാരിക്കും. 2024 ഡിസംബർ 14-ന് പത്തനംതിട്ടയിൽ വെച്ച് സംസ്ഥാന കൺവെൻഷൻ നടക്കും. പത്രസമ്മേളനത്തിൽ OV ജയചന്ദ്രൻ, നിമൽ TC, VU സുമേഷ്, PA സോമസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം
SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാത നടത്തറയിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ദേശീയപാത നടത്തറയിലെ ഹുണ്ടായി കാർ ഷോറൂമിന് സമീപമാണ് മിനി ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഈറോഡ് സ്വദേശി സമ്പത്തിനാണ് പരിക്കേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സമ്പത്തിനെ നടത്തറ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണുത്തിയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ഒരേ ദിശയിൽ പോവുകയായിരുന്ന മിനി ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി മറിയുകയായിരുന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 29ാമത് സംസ്ഥാന ജൂനിയർ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 നവംബർ 24 മുതൽ 27 വരെ നടത്തുന്നു. സംസ്ഥാന ജൂനിയർ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 നവംബർ 24 മുതൽ 27 വരെ തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS നിർവഹിക്കുന്നതാണ്. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, സംസ്ഥാന ഫെൻസിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് OK വിനീഷ്, സെക്രട്ടറി മുജീബ് റഹ്മാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബിബിൻ തുടങ്ങിയവർ പങ്കെടുക്കും. നിരവധി രാജ്യാന്തര താരങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ 14 ജില്ലയിൽ നിന്നായി 700 കായിക താരങ്ങൾ മത്സരിക്കുന്നു. ബീഹാറിലെ പാട്നയിൽ നടക്കുന്ന ജൂനിയർ നാഷണൽ കേരള ടീമിലേക്കും കണ്ണൂരിൽ നടക്കുന്ന സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന ടീമിലേക്കുമുള്ള കായിക താരങ്ങളെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ MN നാരായണൻകുട്ടി, അഖിൽ അനിരുദ്ധൻ, ഫ്രെഡറിൻ ജോസ് കുറ്റിക്കാടൻ, മെറിൻ KA തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലിടുക്ക് ചെംപ്ലായിൽ പോൾ മകൻ CP ചാണ്ടി നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വിലങ്ങന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. ഭാര്യ രാജമ്മ, മക്കൾ രാജീവ്, റെനി, രേഖ, മരുമക്കൾ ജോയ്, ഷാജി, ലിസ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്റെ വിവാദ പ്രസംഗത്തിനെതിരായ കേസ് റദ്ദാക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെക്കുങ്ങര പഞ്ചായത്തിന്റെ മൃഗസംരക്ഷണ ഗോവർധിനി പദ്ധതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി ജില്ലാ സംയുക്ത സമരസമിതി നവംബർ 26 AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.